എല്ലാവർക്കും ടെക് പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC ജൂനിയർ എഞ്ചിനീയർ 2022 പരീക്ഷയെ പറ്റിയാണ്. പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി, ഏജ് ലിമിറ്റ്, എക്സ്പീരിയൻസ്, അതർ ക്വാളിഫിക്കേഷൻസ്, സാലറി എന്നിവയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷ നടത്തുന്നത് SSC ആണ്. നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ. അപ്പർ ഏജ് ലിമിറ്റ് 32 വയസ്സാണ്. പോസ്റ്റും ഡിപ്പാർട്ട്മെന്റും മാറുന്നതനുസരിച്ച് ഏജ് ലിമിറ്റ് മാറുന്നുണ്ട്. അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. പരീക്ഷയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ssc.nic.in ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട തീയതി ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 2 വരെയാണ്. ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ 2 11:30 വരെയാണ്. ഓൺലൈനായും ഓഫ്ലൈനായും പേയ്മെന്റ് ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ 3 11:30 വരെയാണ്. നവംബറിലായിരിക്കും എക്സാം നടക്കുന്നത്. അടുത്തതായി നാഷണാലിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ പൗരന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നവർക്കോ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡോക്യുമെന്റ് പരിശോധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സെപ്റ്റംബർ 2 2022 കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. ലാറ്ററൽ എൻട്രിക്കാർക്കും അലൗഡ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ജാനുവരി 1 2022 ഈ ഏജ് ലിമിറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല. CWC, CPWD ഡിപ്പാർട്ട്മെന്റുകളിൽ മാക്സിമം ഏജ് ലിമിറ്റ് 32 വയസ്സാണ്. ഇനി ഏജ് റിലാക്സേഷൻ. SC ST 5 വർഷം, OBC 3 വർഷം, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 10 വർഷം, OBC വിത്ത് ഡിസബിലിറ്റീസ് 13 വർഷം, SC ST വിത്ത് ഡിസബിലിറ്റീസ് 15 വർഷം, ഡിഫൻസ് പേഴ്സണൽസിന് 3 മുതൽ 8 വർഷം വരെയാണ് ഏജ് റിലാക്സേഷൻ. കൂടുതൽ വിവരങ്ങൾക്കായി ഡോക്യുമെന്റ് പരിശോധിക്കുക. ഇനി എക്സ്പീരിയൻസ്. സിവിൽ ഡിപ്പാർട്ട്മെന്റിന് ബിടെക് ക്വാളിഫിക്കേഷൻ ആണ് എങ്കിൽ ഒരു പോസ്റ്റിലും എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഡിപ്ലോമയാണെങ്കിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലും ബോർഡർ റോഡ് ഓർഗനൈസേഷനും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തതായി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെയും ബിടെക്കാർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഡിപ്ലോമയാണെങ്കിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻസ്, ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തതായി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ബിടെക് ക്വാളിഫിക്കേഷൻ ആണ് എങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഡിപ്ലോമയാണ് എങ്കിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻസ്, ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തതായി വേക്കൻസീസ്. 2018 1845, 2019 1152, 2020 800 വേക്കൻസീസുമാണ് ഉണ്ടായിരുന്നത്. 21-22 കാലഘട്ടത്തിലെ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടില്ല. 1000-ൽ അധികം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി സാലറി. ഗ്രോസ് സാലറി റേഞ്ച് ടയർ 1 സിറ്റീസിന് 61,000, ടയർ 2 സിറ്റീസിന് 56,000, ടയർ 3 സിറ്റീസിന് 53,000 പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.nic.in സന്ദർശിക്കുക. അപ്ലൈ ഓൺലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക. സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചുള്ള ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുക. ആപ്ലിക്കേഷൻ റെസിപ്റ്റ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻ ഫീ എങ്ങനെയെന്ന് നോക്കാം. ജനറൽ കാറ്റഗറിക്കാർക്ക് 100 രൂപയും ഫോർ വിമൻ, SC ST PH ആൻഡ് എക്സ് സർവീസ്മാന് ഫീസ് ഉണ്ടായിരിക്കുന്നതുമല്ല. പേയ്മെന്റ് ഓൺലൈനായോ SBI ചെല്ലാൻ വഴിയോ പേ ചെയ്യാവുന്നതാണ്. അടുത്തതായി SSC ജൂനിയർ എക്സാമിനേഷൻ സെലക്ഷൻ പ്രോസസ് എങ്ങനെയെന്ന് നോക്കാം.
3 ഘട്ടങ്ങളിലായാണ് സെലക്ഷൻ പ്രോസസ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് 200 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. രണ്ടാമതായി 300 മാർക്കിന്റെ കൺവെൻഷണൽ ടൈപ്പ് റിട്ടൺ എക്സാം ആണ്. മൂന്നാമത്തേത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതല്ല, പ്രിലിംസിന്റെയും മെയിൻ എക്സാമിന്റെയും മാർക്കിന്റെ ബേസിക്സിലായിരിക്കും ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അടുത്തതായി ടയർ 1 എക്സാം പാറ്റേൺ നോക്കാം. 200 മാർക്കിൽ 50 മാർക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനും 50 മാർക്ക് ജനറൽ അവയർനെസ്സിനുമാണ്. 100 മാർക്ക് എഞ്ചിനീയറിംഗ് കോർ സബ്ജക്ട്സിനാണ്. 2 മണിക്കൂറാണ് പരീക്ഷയുടെ ഡ്യൂറേഷൻ. ടയർ 1 എക്സാമിന് മിനിമം കട്ട് ഓഫ് മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ ടയർ 2 എക്സാമിന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ടയർ 2 എക്സാമിന് കോർ സബ്ജക്ട്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഡിസ്ക്രിപ്റ്റീവ് കൺവെൻഷണൽ മാനറിലായിരിക്കും. ഈ എക്സാമിന് മാത്രം റൂൾ, കാൽക്കുലേറ്റർ, ലോഗരിതമിക് ബുക്ക് എന്നിവ കൊണ്ടുപോകാവുന്നതാണ്. ടയർ 2 എക്സാം പാറ്റേൺ നോക്കാം. 300 മാർക്കാണ്. ഇതിൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്ട്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ. SSC ജൂനിയർ എഞ്ചിനീയർ 2022 പരീക്ഷയുടെ വിശദാംശങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ കമന്റ് ചെയ്യുക. താങ്ക് യു.